നീ തീയലടിച്ചെങ്കിൽ നിന്റെ പണി ഞാൻ കേറി എടുത്തു. എന്റെ പണി ഞാൻ ചെയ്തു. കൈ പൊള്ളരുത് കേട്ടോ മോളെ. ഓ ഞാൻ എന്റെ സർപ്രൈസ് പൊളിക്കാൻ പോകുന്നു. അത് ശരി. കൊണ്ടുപോവാ ഓ കൊണ്ടുപോവാ ശരിയാക്കിയാ മതി. പിന്നെ മല്ലിപ്പൊടി, കുട്ടപ്പനാക്കിയല്ലോ. മീറ്റ് മസാല, മുളക് പൊടി എല്ലാം എടുത്തോ. ഇതാണ് എന്റെ സർപ്രൈസ്. കണ്ടല്ലോ. അയ്യല്ല പൊരിച്ചത് മോളെ കരിമീൻ. അതാണ് വരട്ടത്. അത് വരട്ടെ. അങ്ങനെ ബീഫിന്റെ പകുതി ആയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല സ്മെല്ല് വരുന്നില്ലേ? നമുക്ക് ഈ എന്താ കരിയാപ്പില ഭയങ്കര നല്ലതല്ലേ? വെളിച്ചെണ്ണയായിട്ടുള്ള കോമ്പിനേഷൻ വെളിച്ചെണ്ണയും കരിയാപ്പിലയും കൂടെ നല്ല തലിമുടി വളരാനൊക്കെ. തക്കാളി തക്കാളി ഇട്ടു കേട്ടോ റാണി. ഞാനിതൊന്ന് പെരട്ടി വെച്ചിട്ട് നമുക്കിത് ശരിയാക്കാം. സുശീല ഇതൊന്ന് മാറ്റുമോളെ. റാണി ഞാനപ്പൊ ഇതിന്റെ പണി നോക്കട്ടെ കേട്ടോ. കേട്ടോ ഞാൻ ഓർത്തോളായിരുന്നു വരേണ്ടേന്ന്. വരയണം, അല്ലെങ്കിൽ അതില് മസാല പിടിക്കില്ല. അതെ 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 അതെ. അപ്പൊ നമ്മുടെ ബീഫ് വിരളനായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്ക് നമുക്ക് കരിമീനും ആകും. അപ്പം ആയിട്ടുണ്ട്. പിന്നെ സാലഡ് ഉണ്ടാക്കണം. ഇവരിതൊക്കെ ഉണ്ടാക്കട്ടെ, നമുക്ക് സാലഡ് ചെയ്യാം. മഞ്ഞപ്പൊടി ഇട്ടോ? മഞ്ഞപ്പൊടി ഇടണം. ഇത്തിരി ഇട്ടൂടാ. മഞ്ഞപ്പൊടിയും കൂടെ ആകും. ഇതിന്റെ മിക്സിംഗ് ആണ് അതിന്റെ ഒരു കൂട്ടിന്റെ. അപ്പൊ നമ്മുടെ മാരിനേഷൻ കഴിഞ്ഞ് ഇതൊരു 10-15 മിനിറ്റ് ഇരുന്ന് കഴിഞ്ഞാൽ ഇവരുണ്ടാക്കുമ്പോഴത്തേക്ക് ഞാനിത് ഫ്രൈ ചെയ്തെടുക്കും. ഇത് ഞാൻ വിചാരിച്ചില്ല. എന്ത് സർപ്രൈസ് ആയിട്ട് ഈ കരിമീൻ വരുമെന്നോ സ്വപ്നത്തിൽ വിചാരിച്ചിട്ടില്ല. നമ്മൾ ഒരു ഹാപ്പിയില് എൻജോയ് ചെയ്യാൻ പോകുന്നതാണ്. അപ്പോ ഇതൊക്കെ വരുമ്പോ നമുക്കിടെ ഒരു ഉഷാറായില്ലേ? ആ റെഡിയായി കേട്ടോ. അപ്പൊ ഇത് ഇനി അങ്ങോട്ട് മാറ്റാം. ചേട്ടൻ എങ്ങോട്ടൊന്നും അറിയാവോ? ഇത് നന്നായിട്ട് ഇത് നന്നായിട്ടൊന്ന് പാക്ക് ഞങ്ങൾക്ക് കൊണ്ടുപോകാനാ ചർച്ചിലേക്ക്. അങ്ങോട്ട് മാറ്റിട്ടെ നമ്മുടെ സലാഡിന്റെ സാധനം ഇങ്ങോട്ട് തന്നെ കേട്ടോ. ഞങ്ങൾ ഉണ്ടാക്കണത് വെജിറ്റബിള്, നിങ്ങളൊക്കെ ഫിഷും ബീഫും ഒക്കെ അല്ലേ? ബീഫ് കറി വെച്ചു. അതായത് ഇവര് ഹെൽത്തി. ഞങ്ങള് അതിന് ഹെൽത്തിന്റെ ആളാണ്. ഇത് ചെറുപയർ മുളപ്പിച്ചത് ചെറുതായിട്ട്, പിന്നെ ഇത് വൻപയർ ഇതുപോലെ തന്നെ ചെയ്തതാണ്. അതായത് മുളപ്പിച്ച്, മുള ശരിക്കും വരുന്നേ ഉള്ളൂ, മുളപ്പിച്ച് ബോയിൽ ചെയ്ത്. ഇത് വെയിറ്റ് ലോസിന് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ഇപ്പൊ കുട്ടികളൊക്കെ എന്തെങ്കിലും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഓടിച്ചെന്ന് കടയിൽ നിന്ന് മേടിച്ചിട്ടുള്ള ഫുഡാണ്. നമ്മുടെയൊക്കെ കാലഘട്ടത്തിൽ അങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ. പണ്ടത്തെ ആളുകൾക്ക് ഇപ്പോഴത്തെ കുട്ടികളെക്കാൾ ഹെൽത്ത് ഉണ്ട്. അപ്പൊ ഈ വൈറ്റമിൻ സിയുടെ ഒക്കെ അതുപോലെ വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ഒക്കെ ഒത്തിരിപ്പെട്ട കുട്ടികൾക്കുണ്ട്, വെയിലൊക്കെ കൊള്ളാത്തതുകൊണ്ട്. വെയിറ്റ് ലോസിന് വളരെ നല്ലതാണ്. അപ്പൊ ഒരു നേരം നമ്മൾ ഫുഡ് ചെയ്തിട്ട് പകരം നമ്മളിപ്പോ ഇതൊരു നേരം എടുത്താൽ മതി നമുക്ക്. ഇതിനകത്ത് നമ്മൾ ഇതിപ്പോ ക്യാരറ്റ് സ്ലൈസ് ചെയ്ത്, ഒരു ക്യാരറ്റ്, ഒരു കുക്കുംബർ ഫുള്ള് ഏകദേശം ഇല്ല. പിന്നെ ഇനി നമ്മള് പയറ് എല്ലാം ചേർത്തു, സവാള. ഇനി ഇത് തക്കാളിയാണ്. തക്കാളിയുടെ സീഡെല്ലാം കളഞ്ഞ് അതിന്റെ കട്ട് ചെയ്തെടുത്തു. അപ്പൊ നമ്മൾ ഇതിനകത്ത് പച്ചമുളക് നമ്മൾ ചേർക്കണത് ഈ കുരുമുളകിന് പകരമാണ്. മതി ചേർത്താ മതി. ഇത് ആപ്പിൾ സിഡർ വിനെഗറാണ്. ഇത് ഏകദേശം ഒരു 1.5 മതി. ഇത് ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു സ്പൂണൊക്കെ ഇട്ട് കുടിക്കുന്നത് നല്ലതാണ്. ഇത് ഹെൽത്ത്, നമ്മുടെ ഹെയറിന് ഒക്കെ നല്ലതാണ്. സ്കാൽപ്പ് ഇത് ഉണ്ടായത്, അത് മുടി വളർച്ചയ്ക്കും അതുപോലെ തന്നെ ഇപ്പൊ ഈ മസിൽസിനും ഹാർട്ടിന് തക്കാളി ചേർക്കുക അല്ലേ? അത് വേണമെങ്കിൽ നമുക്ക് ചെറിയ ജീരകം വറുത്ത് പൊടിച്ചത് വേണത്, ടേസ്റ്റ് ആവശ്യം ഉണ്ടെങ്കിൽ വേണമെങ്കിൽ മാത്രം. ഇത് ചാറ്റ് മസാലയാണ്, അത് കുറച്ചിട്ടിട്ട് ഇതൊക്കെ ഓപ്ഷണലാണ്, നമുക്ക് വേണമെങ്കിൽ മതി. പിന്നെ ഇത് കുരുമുളക് പൊടിച്ചത്, പിന്നെന്താണ് ഇത്രയും മിക്സ് ചെയ്തിട്ട് ഇതിനകത്ത് വേണമെങ്കിൽ ഫ്രൂട്ട്സ് ഒക്കെ. ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പൈനാപ്പിളിന്റെ പീസൊക്കെ നമ്മൾ കട്ട് ചെയ്തൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കുറേ കൂടെ
കുറച്ചുകൂടി ഒരു ഫ്ലേവർ പെട്ടെന്ന് നമുക്ക് അതെ, അതെ. ഇതും ചെയ്യാം. അതെ, അതെ. നമ്മളധികം കുക്ക് ചെയ്യാതെ നമ്മൾ ഫ്രഷ് ആയിട്ട് നമ്മള് വെജിറ്റബിൾ നമ്മള് നല്ലതാണ്, ഇത് നല്ലൊരു ഐറ്റം ആണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് ആണ്. എല്ലാവർക്കും. അതെ, അതുപോലെ തന്നെ ബീഫിനെ ശരിക്കും നമ്മൾ ഈ ബീഫൊക്കെ കഴിക്കുമ്പോഴല്ലോ ഇത് കഴിക്കണം. ഓയിൽ ഫ്രീ ആണിത്, അതെ. ഓയിൽ ഉപയോഗിക്കണില്ല. ഇതിനകത്ത് ഓയിൽ നിങ്ങളുടെ അത് കഴിഞ്ഞില്ലേ? എന്റെ ഫിഷ് ഇവിടെ വെയിറ്റ് ചെയ്യാണ്. ഞാൻ അപ്പൊ അതിന്റെ പണിയിലേക്ക് പോകും. എടി വൈനുണ്ടോടി? അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കിയ വൈനുണ്ട്. ഓക്കെ ഓക്കെ. ഞാൻ എല്ലാ കൊല്ലവും വൈനുണ്ട്. അല്ല, നീ അതിന്റെ എക്സ്പെർട്ടാന്ന് എനിക്കറിയാം. വൈന, കേക്ക്, ഇങ്ങനെയൊന്ന് വെക്കും അല്ലേ? കരിയാപ്പല അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്താണ് ശോഭ ഇങ്ങനെ? അവരുടെ സാലഡ് കഴിഞ്ഞു കേട്ടോ. കഴിഞ്ഞു. നമ്മുടെ ഇപ്പൊ തന്നെ അതെ. അധിക സമയം ഡിസൈൻ ചെയ്യണം, ഡിസൈൻ ചെയ്യണം. ഡെക്കറേഷൻ. ഇതിങ്ങനെ അടി പിടിക്കാതിരിക്കാൻ വേണ്ടി ഒരു ടെക്നിക്ക് ഉണ്ട്. കണ്ട, ഈ എണ്ണ ഒഴിച്ചു കഴിഞ്ഞിട്ട് കരിയാപ്പല ഇങ്ങനെ നിരത്തിയിടും ബെഡ് പോലെ. എന്നിട്ട് ആ ബെഡിന്റെ മേളിലേക്ക് മീനിടും. അപ്പൊ കണ്ടോ, കരിയുന്നില്ല. ശരിക്കും ഞാൻ ചിലപ്പോ മറന്നു പോകും കരിയാപ്പല ഇടാനൊക്കെ. ഇത് നല്ലതാ, കരിയാപ്പല ഇങ്ങനെ ഇട്ടാൽ മേലി മീനെടുക്കാം. ഇതൊക്കെ വരുമ്പോ പിന്നെ നമുക്ക് മാറ്റണമെങ്കിൽ മാറ്റാലോ. കഴിഞ്ഞോ? ഞങ്ങളുടെ കഴിഞ്ഞു. ഉപ്പൊക്കെ നോക്കിയോ? ഞങ്ങൾക്ക് കഴിക്കണം കേട്ടോ. ഞങ്ങൾക്ക് ഉപ്പൊക്കെ നോക്കിക്കോ. സൂപ്പറാണ് കേട്ടോ. സൂപ്പറായില്ലേ? ഇത് ഞാൻ ഉണ്ടാക്കിയതല്ല. ഞാനതൊക്കെ പെരട്ടണെന്താന്ന് വെച്ചാല് കാണാൻ ഭംഗിയുണ്ടാവണം. ഇത് വെച്ചു കൊണ്ടുവരും. ഇപ്പൊ ഇത് ആയി കഴിഞ്ഞു കേട്ടോ. അപ്പൊ നമ്മുടെ കരിമീൻ റെഡിയായി. റെഡിയായി. രണ്ടെണ്ണം റെഡിയായേ. കരിമീൻ നീ അവിടെ വെച്ചോ. ആ കരിവേപ്പില അത് കിടന്നോട്ടെ. അടുത്ത പിന്നെ കരിയോ അത് ചേച്ചി മോളി. അപ്പൊ ഞങ്ങളുടെ ഈ കരിമീൻ വറുത്തതുമായി. ഇനി ഇതെല്ലാം കൂടി പാക്ക് ചെയ്യണം. ചേട്ടനെന്തേ? ചേട്ടാ ഇങ്ങോട്ട് നോടി വന്നേ. ഇതെല്ലാം കൂടെ ഒന്ന് പാക്ക് ചെയ്ത് ഞങ്ങളുടെ മോളി ഓടിക്കുന്ന വണ്ടിയിലോട്ട് കൊണ്ടങ്ങ് വെക്കേ. ഞങ്ങൾ പള്ളിയിലേക്ക് പോകട്ടെ. പള്ളിയിൽ പോയാലും കഴിക്കാനും ധൃതിയായി. അതെ.